കുപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ഹൃദയം തുറന്ന് വലിയ ആത്മാർത്ഥതയോടെ കാപട്യങ്ങളില്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായ, സകല മഹത്വത്തിനും യോഗ്യനായ രാജാവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തകൻ ചോദിച്ചില്ലേ, കർത്താവിൻ്റെ മലയിൽ ആര് പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധഗിരിയിൽ ആര് വസിക്കും? നിഷ്കളങ്കമായ കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവൻ. തമ്പുരാനെ, ഞങ്ങൾക്കറിയാം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ കരങ്ങൾ നിഷ്കളങ്കമല്ല, പാപത്തിന്റെ കറപുരണ്ട കരങ്ങളാണ് ഞങ്ങളുടേത്. അശുദ്ധിയുടെ കറപുരണ്ട കരങ്ങളാണ് ഞങ്ങളുടേത്. രക്തക്കറപുരണ്ടതാണ് തമ്പുരാനെ ഞങ്ങളുടെ കരങ്ങൾ. ഈശോയെ, ലോകത്തിന്റെ മേൽ എല്ലാ മാലിന്യങ്ങളാലും കളങ്കപ്പെട്ടതാണ് ഞങ്ങളുടെ കരങ്ങൾ. ഹൃദയവും നിർമ്മലമല്ലെന്ന് ഞങ്ങൾക്കറിയാം. തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടത് നിർമ്മലമായ ഒരു ഹൃദയമാണ്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ വെടിപ്പാക്കണമേ എന്ന് ഒരു പ്രാർത്ഥനയായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. അത്രമാത്രം പാപം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, അത്രമാത്രം അശുദ്ധി ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, അത്രമാത്രം തിന്മ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അവരനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ പോലും പറ്റണില്ല, അത്രമാത്രം തിന്മയുള്ളതായി ഞങ്ങളുടെ ഹൃദയം മാറി. അവരെന്റെ ജീവിതത്തിൽ ഒരു നന്മയും കാണാൻ പറ്റാത്ത രീതിയിൽ തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയത്തിൽ തിന്മ നിറഞ്ഞു. കൂടപ്പിറപ്പുകളുടെ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഹൃദയം കഠിനമായി. ദൈവമേ, അവരെന്റെ സങ്കടങ്ങളും കണ്ണുനീരും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും സ്പർശിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഹൃദയം കഠിനമായി പോയി. പാപം ചെയ്ത് 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 ദൈവമേ, ഇപ്പോ പാപം ചെയ്യാൻ മടിയില്ലാത്തവരായി ഞങ്ങൾ. ദൈവമേ, നിന്നെ മാറ്റി നിർത്തി നീ ഇല്ലെങ്കിലും ജീവിക്കാമെന്നുള്ളൊരവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല തമ്പുരാനെ, ഇതെവിടെ എങ്ങനെ അവസാനിക്കുന്നു? സങ്കീർത്തകൻ പറഞ്ഞല്ലോ, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വെടിപ്പാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ കഴുകണമേ. ദാവീദിനൊരു പുതിയ ഹൃദയം നൽകിയതുപോലെ തമ്പുരാനെ, ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം തരണമേ. കഠിന ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. പാപത്തിന്റെ പിറകെ പോകുന്ന ഈ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ദൈവസ്നേഹത്തിന്റെ പിന്നാലെ പിഞ്ചെല്ലാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ജീവിതത്തിന്റെ വേദനകളിലും സങ്കടങ്ങളിലും പരാതികളും പരിഭവങ്ങളും പറയാതെ ദൈവമേ, ജീവിതത്തിന്റെ ആഴമേറിയ സങ്കടങ്ങളിലും ദൈവമേ നിന്നോട് ചേർന്നിരിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ഹൃദയം എന്റെ വെടിപ്പാക്കണമേ കർത്താവേ, ഹൃദയം വെടിപ്പാക്കണമേ. ചോർന്നുപോയ എന്റെ ഹൃദയത്തിന്റെ ബലം തമ്പുരാനെ നീ തിരിച്ചു തരണമേ. ഹൃദയത്തിന്റെ ശക്തി തിരിച്ചു തരണമേ. ഹൃദയത്തിന്റെ നൈർമല്യം തിരിച്ചു തരണമേ. വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ദൈവമേ നീ എനിക്ക് തിരിച്ചു തരണമേ. പാപിയാണ് ദൈവമേ, ഞാൻ ബലഹീനനാണ്, രോഗിയാണ്, കുറവുള്ളവനാണ്. എൻ്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കണമേ.
നിർമ്മലമായ ഒരു ഹൃദയം ദൈവമേ നീ എനിക്ക് തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കാമോ? നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ഹൃദയം പരിശോധിക്കുന്നവനാണല്ലോ നമ്മുടെ കർത്താവ്. നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ കവാടത്തിങ്കൽ വെച്ച് കർത്താവ് നമ്മുടെ ഹൃദയം പരിശോധിക്കും. നമ്മുടെ ഹൃദയം പരിശോധിക്കും. ജീവിതത്തിൽ ലോകത്തിൽ പുറമെ നല്ലവരായി ജീവിച്ചു, കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവന് നമ്മുടെ പുറവും അകവും കാണാം. ഹൃദയം പരിശോധിക്കും. സ്വർഗീയ പ്രവേശനത്തിന് മുമ്പ്, വിശുദ്ധഗിരിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, സ്വർഗീയ മലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവ് നമ്മുടെ ഹൃദയം പരിശോധിക്കും. മക്കളെ പ്രാർത്ഥിക്കാവോ? തമ്പുരാനെ, എന്റെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. തവ തിരുസന്നിധേ തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. ഒരിക്കൽ കൂടി കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടിട്ട്, മക്കളെ, നമ്മുടെ വിശുദ്ധീകരണം പോലെ തന്നെ ബലപ്പെട്ടതല്ലേ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചവരുടെ വിശുദ്ധീകരണം? നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നുള്ള നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ദൈവം നമ്മളിലൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ട ചിലരെ നമ്മുടെ കൈവെള്ളയിൽ ദൈവം തന്നില്ലേ? അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി വില കൊടുക്കാൻ സ്വർഗം നമ്മളെ വിളിക്കുമല്ലേ? നഷ്ടപ്പെട്ടു പോകുന്ന, പാപത്തിലായിരിക്കുന്ന, അശുദ്ധിയിലായിരിക്കുന്ന, ഈ ലോകമോഹങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മാതാപിതാക്കൾ ആരുമാകട്ടെ, അവരെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്ക്, എറിഞ്ഞിട്ട് കൊടുക്ക്. തമ്പുരാനെ നീ വിശുദ്ധീകരിക്കാൻ പറ. നമ്മൾ പ്രാർത്ഥിച്ചു മടുത്തു എന്ന് പറയുന്നവരല്ലേ? നമ്മൾ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ പറ്റി എന്ന് പറയുന്നവരല്ലേ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുന്നവരല്ലേ? മോളെ, ഒരു ചെറിയ പ്രാർത്ഥന പോലും ഉത്തരം കിട്ടാതെ പോകില്ല. വിശ്വസിക്കുക, അത് നീ വിശ്വസിക്കുക. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നീ കൊടുക്ക്. നിന്റെ പപ്പയെ സമർപ്പിച്ചേ. മോളെ, അവളുടെ പപ്പയും മമ്മിയൊക്കെ ഒന്ന് സമർപ്പിച്ചേ. മക്കളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഈശോ കൊടുത്തേ. ദൈവമേ, ഇതാ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ പറഞ്ഞ എന്നാ? പിതാവേ, ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെന്ന്. ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ വിശുദ്ധീകരിക്കുന്നുവെന്ന്. നീ ആരുടെ വിശുദ്ധീകരണമാണ് മോളെ ആഗ്രഹിക്കുന്നത്, മോനെ ആഗ്രഹിക്കുന്നത്? നിന്റെ കുടുംബത്തിന്റെ ആരുടെ മേലാണ് ദൈവത്തിന്റെ കൃപയ്ക്കായി നീ പ്രാർത്ഥിക്കുന്നത്? ആരുടെ മേലാണ് ഒരു ദൈവിക സ്പർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? ഈശോ പ്രാർത്ഥിച്ചത് നോക്കിക്കേ. ഒരു വിശുദ്ധീകരണം ആവശ്യമില്ലാതിരുന്നിട്ടും ഈശോ പറഞ്ഞു, ദൈവമേ, പിതാവേ, ഇവർ
ഇവർ അപ്പസ്തോലന്മാർ, നീ എനിക്ക് തന്നവർ, ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. എങ്കിൽ എത്രയോ അധികമായി നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മളിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാതെ, നമ്മളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ, ആ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ പ്രവർത്തിക്കണമെന്ന് നമ്മൾ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? എന്റെ ഹൃദയം അടച്ചു വെച്ചിട്ട് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ, വിശുദ്ധീകരണം അസാധ്യമാകുമാറ് ഞാൻ എന്റെ ഹൃദയത്തെ അടച്ചു വെച്ചിട്ട് എന്റെ ജീവിത പങ്കാളിയിലും, എന്റെ മക്കളിലും, എന്റെ കുടുംബത്തിലും, എന്റെ കുടുംബാംഗങ്ങളിലും, എന്റെ മാതാപിതാക്കളിലും ദൈവത്തിന്റെ വിശുദ്ധീകരണം നടക്കണമെന്ന് പറയാൻ മാത്രം നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? ദൈവമേ, നീ എന്നെ വിശുദ്ധീകരിക്കാൻ പറ. എന്നെ വിശുദ്ധീകരിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. അപ്പോ ദൈവം ബാക്കി ചെയ്തോളൂ. നിന്നിലൂടെ ആര് വിശുദ്ധീകരിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ വിശുദ്ധവും പവിത്രവുമായ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോ വചനം പറയുന്നില്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരുന്നു. നീ അപ്പോ അതേക്കുറിച്ച് ഒത്തിരി സങ്കടപ്പെടേണ്ടി വരില്ല. നീ കരങ്ങൾ ഉയർത്താൻ തയ്യാറായാൽ മതി, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി, നിന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറായാൽ മതി. ബാക്കി വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ, കുടുംബാംഗങ്ങളിൽ നടക്കേണ്ട, മക്കളിൽ നടക്കേണ്ടത്, ജീവിത പങ്കാളിയിൽ നടക്കേണ്ടത് ദൈവം നടത്തും. ദൈവത്തിന്റെ സമയത്ത് ദൈവം നടത്തിക്കൊള്ളും. ദിവ്യകാരുണ്യ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഒരു ദിവസം കൂടി തമ്പുരാന്റെ വചനത്തിൽ സ്നേഹത്തിൽ ഐക്യപ്പെടാൻ ദൈവം നമ്മൾ ഒരുക്കി. ദൈവത്തിന്റെ കരുണയല്ലാതെ മറ്റെന്താണ്? ദൈവത്തിന്റെ സ്നേഹമല്ലാതെ മറ്റെന്താണ്? ഈ സ്നേഹത്തിന്, കാരുണ്യത്തിനൊക്കെ നന്ദി പറയാം. തമ്പുരാനെ, നീ നടത്തി, നീ കൈപിടിച്ചു, എല്ലാറ്റിനും നന്ദി. ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെതായ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ